الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الله مع الذين اتقوا والذين هم محسنون സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അവൻ്റെ അടിമകൾ എന്ന നിലക്ക്, അവനിലേക്ക് മടക്കപ്പെടുന്നവർ എന്ന നിലക്ക്, അള്ളാഹിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടവർ എന്ന നിലക്ക് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും അള്ളാഹുവിൽ തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ട സംഗതി, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. തഖ്വയുള്ളവരായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങരുത്. അതാണ് വെള്ളിയാഴ്ച ആയിരക്കണക്കിന് മിമ്പറുകളിൽ വിശ്വാസികൾക്ക് നൽകുന്ന ഉത്ബോധനം. ആ തഖ്വയുടെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ പഠിച്ചത്. ഇനി ആ തഖ്വ, സൂക്ഷ്മത, ഭക്തി മനുഷ്യനിൽ ഉണ്ടാവാൻ എന്ത് വേണം? അതിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഉപാധി എന്താണ്? അത് ഒരടിമ ഉടമയുടെ മുമ്പിൽ ജീവിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിക്കുക. ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യരുടെ മുമ്പിലാണ്. അവൻ പരിഗണിക്കുന്നത്, അവൻ ഒരുങ്ങുന്നത്, അവൻ ഭയപ്പെടുന്നത്, അവൻ തൃപ്തി അടയുന്നത്,
അവന്റെ മനസ്സിലെ പരിഭ്രമം ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ വീടിന്റെ മുൻഭാഗം ഒന്ന് അടിച്ചു വാരിക്കൂടെ ഇരുന്നോ എന്നൊരു ഭർത്താവ് ചോദിക്കുമ്പോൾ മനുഷ്യന്മാര് കാണുന്ന ഭാഗമാണത്. അയാൾ ജീവിക്കുന്നത് മനുഷ്യരുടെ മുമ്പിലാണ്. ആ ഗ്ലാസ്സിലാണോ അയാൾക്ക് വെള്ളം കൊടുത്തത്? നല്ല കാര്യമാണ്, അതിഥിയെ ബഹുമാനിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല പാത്രം കൊടുക്കണം, ശരിയാണ്. പക്ഷെ പലരും അത് പറയുന്നത് എന്നെപ്പറ്റി അയാൾ എന്ത് വിചാരിക്കും. ഒരു വീട്ടിലേക്ക് പോകുമ്പോ ഒന്നും വാങ്ങാതെ പോയാൽ അയാൾ എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? ജീവിക്കുന്നത് മുഴുവൻ മനുഷ്യരുടെ മുമ്പിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ച സംഗതി അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അള്ളാന്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് നോമ്പിനെ പറ്റി പറയുന്ന ആയത്തുകൾക്കിടയിൽ ഒരു തൗഹീദിന്റെ ആയത്തുണ്ട്. തൗഹീദ് അറിയുന്ന പഠിച്ച എല്ലാവർക്കും ഈ ആയത്തറിയാം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെപ്പറ്റി എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്താ നീ പറഞ്ഞു കൊടുക്കേണ്ടത്? ഫഇന്നി ഖരീബ്, എന്റെ ഏറ്റവും അടുത്ത്. ഭാര്യയല്ല, മക്കളല്ല, ജനങ്ങളല്ല, ഭരണാധികാരിയല്ല, പോലീസ് ഉദ്യോഗസ്ഥരല്ല, നിയമപാലകരല്ല, മറിച്ച് അള്ളാഹുവാണ്. അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം എന്നാ. അതിനാണ് നോമ്പ്, അതിനാണ് നമസ്കാരം, അതിനാണ് എല്ലാ ഇബാദത്തും. അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിക്കണം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ സമീപത്ത് അള്ളാഹു ഉണ്ട്. നീ ജീവിക്കേണ്ടത് അള്ളാന്റെ മുമ്പിലാണ്. സൂറത്തുൽ അലഖിൽ കഅബയുടെ പരിസരത്ത് സുജൂദിൽ കിടക്കുന്ന നമ്മുടെ നേതാവിന്റെ പിരടിയിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല നിക്ഷേപിച്ച മനുഷ്യനെ സംബന്ധിച്ച് സംസാരിക്കവേ വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു ചോദിച്ചൊരു ചോദ്യം, അലം യഅലം ബി അന്നല്ലാഹ യറാ, ഇക്കണ്ട മനുഷ്യന്മാരൊക്കെ ഇത് കണ്ടില്ലേ, അയാൾക്ക് എത്ര മോശമുണ്ട് എന്നല്ല പറഞ്ഞത്. കഅബയുടെ പരിസരത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, വെറുതെ ഇരിക്കുന്ന മക്കയിലെ ജനങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന്റെ കഴുത്തിൽ ഈ പെരടി ഇതിൽ കൊണ്ടുപോയിട്ടാൽ അയാൾക്ക് എന്ത് ഷെയ്മുകൾ ഉണ്ടാവും നല്ല ഖുർആൻ പറഞ്ഞത്. അലം യഅലം ബി അന്നല്ലാഹ യറാ, ഈ കഅബയുടെ നാഥൻ, അവനെ ആരാധിക്കാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനത്തിന്റെ അടുക്കൽ ഒരാളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഈ വിധം ഭത്സിക്കപ്പെടുമ്പോ ആ കഅബയുടെ നാഥൻ ഇത് കാണുന്നില്ലേ? എന്താണ് അവൻ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്? നമ്മളെ മനസ്സിൽ വരാത്തൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും പരിഗണിക്കല് മനുഷ്യരെയാണ്. അയഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വഹും, അവരുടെ രഹസ്യവും പരസ്യവും ഒന്നും ഞാൻ അറിയുന്നില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? എന്താ ഖുർആനിക ഈ സൂക്തങ്ങളുടെ ആകത്തുക? ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അള്ളാന്റെ മുമ്പിലാണ്. അവൻ കാണുന്നു, അവൻ രേഖപ്പെടുത്തുന്നു, അവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകണം, അവനോട് മറുപടി പറയേണ്ടി വരും. ഈ ബോധമാണ്. അതിനാണ് അറബി ഭാഷയിൽ ഇഹ്സാൻ എന്ന് പറയാം. തഖ്വയോട് അള്ളാഹു ചേർത്ത് പറഞ്ഞു. സൂറത്തുൻ നഹലിന്റെ അവസാനത്തെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു മഅല്ലദീന തഖൗ, തഖ്വയുള്ളവരുടെ കൂടെയാണ്. അതിന്റെ അർത്ഥവ്യാപ്തിയാണ് 3 ആഴ്ചകളിലായി നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ തഖ്വ ആർക്കുണ്ടാവുക? വല്ലദീനഹും മുഹ്സിനൂൻ, ഇഹ്സാൻ എന്ന ഉന്നതമായ ഗുണമുള്ളവർക്കാണ് തഖ്വ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ തഖ്വ ഉണ്ടാവാനുള്ള മാർഗം മുഹ്സിനാവുക. സകല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസു ജിബ്രീൽ എന്നൊരു ഹദീസ് ഉണ്ട്. സാധാരണ ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവർത്തനം, മൗനാനുവാദം, ആഗ്രഹം, അതൊക്കെയാണ്. പക്ഷെ ഈ ഹദീസിന്റെ പേര് ഹദീസു ജിബ്രീൽ എന്നാണ്. കാരണം ആ ഹദീസിലെ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രം, ഇതിവൃത്തം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. പലപ്പോഴും നമ്മൾ കേട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലിരിക്കുന്നു. ഒരു മനുഷ്യൻ വെളുത്ത വസ്ത്രം ധരിച്ച, കറുത്ത താടിയുള്ള, നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ കയറി വരുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറെ ചോദ്യം ചോദിച്ച് എത്രയോ വട്ടം ഞാൻ തന്നെ പറഞ്ഞു. അതിൽ ആദ്യത്തെ ചോദ്യം ഇസ്ലാമിനെ പറ്റിയാണ്, രണ്ടാമത്തത് ഈമാനിനെ പറ്റിയാണ്, മൂന്നാമത്തെ ചോദ്യം ഇഹ്സാൻ, വമൽ ഇഹ്സാൻ,
ഈമാൻ കാര്യത്തിലൂടെ, ഇസ്ലാമിക അനുഷ്ഠാന മുറകളിലൂടെ ഒരു മനുഷ്യൻ എത്തിപ്പെടേണ്ട ഏറ്റവും ഉന്നതമായ പദവി, അതാണ് തഖ്വ. അതുണ്ടാവാനുള്ള മാർഗമാണ് ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? ആ ഇഹ്സാനിലേക്ക് എത്താനാണ് ഈമാനും ഇസ്ലാമും. ഇഹ്സാനിലേക്ക് എത്തിയാലേ അവൻ തഖ്വയുള്ളവനായി ജീവിക്കും. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, വമൽ ഇഹ്സാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ അങ്ങോട്ട് കാണുന്നത് പോലെ, അതാണ് അള്ളാന്റെ മുമ്പിൽ ജീവിക്കുക എന്ന്. നീ പടച്ചോനെ അങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ എത്ര ശ്രദ്ധ ഉണ്ടാവും. നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദ് ഇവിടെ ഒന്ന് നിസ്കരിച്ച് കാണിക്കി എന്ന് പറഞ്ഞ് വടിയായിട്ട് വേക്കിരുന്നാൽ എന്താ ശരി? എത്ര ശ്രദ്ധ ഉണ്ടാവും. പരിശോധിച്ചു. പടച്ചോൻ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ അള്ളാനെ അങ്ങോട്ട് കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കണം. അവനാണ് മുഹ്സിൻ. അവർക്ക് ഈമാനുള്ളൂ, അവിടെ ഇസ്ലാമെ പൂർത്തിയാവൂ. ആ ഫയല് പൂരിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചോ സഹോദരന്മാരെ? ഒരു SIR എന്ന ഫയലുമായിട്ട് ഇനി കയറി ഇറങ്ങാൻ സ്ഥലം ബാക്കിയില്ലല്ലോ. എല്ലായിടത്തും നെട്ടോട്ട. എന്തിന്? ഇന്ത്യൻ പൗരത്വം ലഭിക്കണം, ഇന്ത്യയിൽ വോട്ടവകാശം ലഭിക്കണം, സ്വർഗത്തിൽ പൗരത്വം കിട്ടണോ, അവിടെ വോട്ടവകാശം കിട്ടണോ, അതിന്റെ ഫയല് പൂരിപ്പിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി പൂരിപ്പിച്ചത് ഈ ഫയലാ. അദ്ദേഹം ഭയപ്പെട്ടത് ആ പൗരത്വം നഷ്ടപ്പെടുമെന്നാണ്. മദീന പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി ഉമ്മത്തിൻ അമീൻ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ. പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. കപടവിശ്വാസികൾ ആരൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അള്ളാന്റെ വഴിയുടെ അടിസ്ഥാനത്തിൽ. എന്തിനാണെന്നറിയോ? രഹസ്യങ്ങൾ അവരോട് പറയരുത്. അതിനാ. ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായി പറഞ്ഞു. അത് ഒരാളെ മോശാക്കാനല്ല, ഇസ്ലാമിന്റെ രഹസ്യം ഇനി അവരോട് പറയാൻ പാടില്ല. അപ്പൊ ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തെന്ന് കേട്ടപ്പം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്തിന്? എന്റെ പൗരത്വ ഇതിലാണോ എന്നറിയാനാ. എന്റെ പേര് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കപടന്മാരുടെ ലിസ്റ്റിലുണ്ടോ എന്നറിയാൻ അത് ഹുദൈഫത്തുൽ യമാനി അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അവസാനം നിർബന്ധിച്ച് പറഞ്ഞപ്പോ ചോദിച്ചപ്പം താങ്കളെ പേരില്ല, ആരൊക്കെ പേരാ ഉള്ളത് നിന്നോട് ചോദിക്കരുത്. എവിടെ ഏത് പൗരത്വം നഷ്ടപ്പെടുന്നതിലാ പ്രയാസം? അള്ളാന്റെ മുമ്പിൽ ജീവിക്കണ മനുഷ്യന്മാരുടെ അവസ്ഥ അതാ. ഉള്ളും പുറവും ശുദ്ധാവും. ഇഹ്സാനില്ലേ? പുറമെ ശുദ്ധായിരിക്കും. പുറമെ ശുദ്ധാണ്. അപ്പൊ എന്താപ്പ നമ്മളൊക്കെ കാണാനുള്ള ഭംഗി? എന്താപ്പ ഡ്രസ്സും വീടും വസ്ത്രവും വാഹനവും ഭക്ഷണമൊക്കെ നോക്കിയാൽ നമ്മളെപ്പോലത്തെ മെച്ചപ്പെട്ട മനുഷ്യന്മാർ ദുനിയാവിലുണ്ടോ? ഇല്ല. ബാഹ്യ രൂപം വളരെ ശുദ്ധമാണ്. എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാലോ? അത് ശുദ്ധമാകണമെങ്കിൽ എന്നെ നിയന്ത്രിക്കുന്നത് അല്ലാഹു ആവണം. അല്ലദീനഹും യുറാഊൻ, ജനങ്ങൾ കാണാൻ വേണ്ടി. മുനാഫിക്ക് അടയാളാണ്. അൽ മുനാഫിഖു യതസയ്യനു, മുനാഫിഖ് കപടൻ ഭംഗിയാക്കും. ഏത് ഭാഗം? പുറമെ ഭംഗിയാക്കും. ഇഹ്സാനുള്ള മനുഷ്യൻ, തഖ്വയുള്ള മനുഷ്യൻ ഉള്ളും പുറവും ശുദ്ധമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, ഖും, എഴുന്നേൽക്ക്. ദഅവത്തിന്റെ ആദ്യകാല പാഠം. വീട്ടിൽ പുതച്ച് പ്രയാസപ്പെട്ട് കിടന്നുറങ്ങുന്ന, പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകൻ എഴുന്നേൽക്കാൻ പറയാൻ. ദഅവത്ത് നടത്തണം. അതിനെന്ത് വേണം? ഖും, നീ ജനങ്ങളെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ യോഗ്യനാവണം. അതാക്കുന്ന വാക്കിന്റെ അർത്ഥം. എണീറ്റ് നിൽക്കാൻ ആർക്കാത്തത്? ഈ നിൽക്കുന്നോടത്ത് എണീക്കാൻ സഹോദരന്മാരെ ആർക്ക് രണ്ട് കാലിൽ എല്ലാവർക്കും സാധിക്കൂലേ? എന്താ അക്കും പറഞ്ഞാല്? നിങ്ങളെ മുമ്പിൽ നീറ്റ് മെമ്പർമെന്ന്
പറയാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടോ അല്ലേ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ നിങ്ങൾ അവിടെ കയറ്റിയത്. അറിയാതെ കയറ്റൂല. അള്ളാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആവശ്യപ്പെട്ടു, ഖും പ്രവാചകരെ താങ്കൾ ജനങ്ങളോട് എന്ത് നന്മ കൽപ്പിക്കാനും തിന്മയിൽ നിന്ന് വിരോധിക്കാനും യോഗ്യത നേടുന്ന വിധം എഴുന്നേറ്റ് നിൽക്കണം. 40 കൊല്ലത്തെ അധ്വാനം അതിനായിരുന്നു. അൽ അമീൻ, അത് എഴുന്നേറ്റ് നിർവ്വാണ് അൽ അമീൻ. എല്ലാരും പറഞ്ഞില്ലേ, സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് തന്റെ ആഹ്വാന പ്രകാരം അതിന്റെ താഴെ തടിച്ചുകൂടിയ ബന്ധുജനങ്ങളോട് നമ്മുടെ നേതാവ് ചോദിച്ചില്ലേ, സഹോദരന്മാരെ, ഈ മലയുടെ പിൻവശത്ത് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വന്ന് നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരേ സ്വരത്തിൽ അബൂജഹലും അബൂലഹബ് അടക്കം ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായി പിന്നീട് മാറിയ തന്റെ ഉറ്റ ബന്ധുക്കളടക്കം ഒരേ സ്വരത്തിൽ പറഞ്ഞില്ല, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും, കാരണം താങ്കൾ കളവ് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല. അതാണ് ഖും. വീട്ടിൽ പോയിട്ടൊന്ന് നീച്ചാൽ നിങ്ങൾ പെണ്ണുങ്ങളെ മുമ്പ് നിൽക്കും, നീച്ചാ പൊന്തൂല. നിങ്ങളാ എന്നോട് നന്മ പറയണത് എന്ന് പറയില്ലേ? മക്കളെ മുമ്പിൽ എണീറ്റിക്കായോ? അങ്ങാടി തന്നെയാലോ തല കുമ്പിട്ടാ പോവുക. എന്താ കാരണം? അത്രക്കും അതുണ്ടാവണം. അതിനെന്ത് വേണം? എത്ര ആഴമേറിയ പദാന്നറിയോ? സൂറത്ത് ഖുർആന്റെ പ്രത്യേകത അതല്ലേ, പ്രവാചകരെ താങ്കളുടെ ബാഹ്യരൂപം വളരെ ശുദ്ധമാവണം. ബാഹ്യരൂപം ശുദ്ധമാവണം. ആന്തരികവും ശുദ്ധമാവണം. അള്ളാഹ് ആവശ്യപ്പെടുക. എന്നിട്ട് ജനങ്ങളോട് പറയും. അങ്ങനെ അപ്പോഴേ ജനങ്ങളുടെ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹു ആവശ്യപ്പെടുന്നത് ഉള്ളും പുറവും ശുദ്ധമാവണം, ബാഹ്യരൂപവും ശുദ്ധമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വൃത്തിയുള്ള മനുഷ്യനായിരുന്നു. പുഞ്ചിരിയോടുകൂടി അല്ലാതെ ഒരു സന്ദർഭത്തിലും അദ്ദേഹത്തെ കണ്ടതായി സഹാബികൾക്ക് ഓർമ്മയില്ല. ഒരു മനുഷ്യന് ചിരിക്കാൻ കഴിയാത്ത സന്ദർഭത്തിലും പുഞ്ചിരിച്ച നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. തന്നെ കൊല്ലാനും തന്നെ നശിപ്പിക്കുവാനും താൻ കഴിക്കാനും എടുത്തു വച്ച മാംസത്തിൽ വിഷം കലർത്തിയ ജൂത പെണ്ണിനോട് പുഞ്ചിരിച്ച നേതാവിന്റെ അനുയായിയാണ് നമ്മൾ. എന്തൊരു ഭംഗിയായിരുന്നു സഹാബികളൊക്കെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെ ഇടയിലൊക്കെ കിടന്ന് ചിലപ്പോൾ ഇങ്ങനെ മയങ്ങും. സഹാബികൾ എന്താ ചെയ്യാന്നറിയോ? ഒച്ച ഉണ്ടാക്കാതെ, ഈ ഒച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മലപ്പുറം ഭാഷ, ശബ്ദം ഉണ്ടാക്കാതെ ഈ മയ്യത്ത് ഈ റസൂലിന്റെ കിടക്കണതിന്റെ ചുറ്റും ഇങ്ങനെ നോക്കിക്കുക. ഈ മനുഷ്യൻ എത്ര കൊല്ലായി ഇവര് കാണുന്നു, എത്ര കാലായി കാണുന്നു സഹോദരന്മാരെ. അദ്ദേഹത്തിന്റെ ബാഹ്യരൂപത്തിന്റെ സൗന്ദര്യം തടി കൊണ്ടുള്ളതല്ല, സ്വഭാവം, ആന്തരിക ശുദ്ധി പുറത്തേക്ക് ചാടിയതാ. എന്നിട്ട് 24 മണിക്കൂറും പ്രവാചകന്റെ കൂടെ നടക്കണ മനുഷ്യന്മാര്. 5 മിനിറ്റ് പള്ളിയിലെ ഇടയ്ക്ക് റസൂൽ കിടന്നുറങ്ങുകയാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്ക. പെണ്ണുങ്ങൾ നോക്കുക, നിങ്ങൾ എന്ത് നോക്കുക? വേറെ എത്ര നല്ല മനുഷ്യന്മാരുടെ കൂടെ ആലോചിക്കുന്നത്. നമ്മളോളം നോക്കുന്നുണ്ടോ? ഇല്ല. രണ്ടാക്കുക ഏതാ സാധനം മനസ്സിലായി. മക്കള് വാപ്പനെ നോക്കുവോ? ഇല്ല. അതുകൊണ്ടാണ് റോൾ മോഡലായി സിനിമാ നടന്മാരെ കൂടെ പോകാൻ കാരണം എന്താ? അപ്പനെ പറ്റൂല, ഉമ്മനി പറ്റൂല, പിന്നെ ഇടയെ പറ്റിയുള്ളൂ നോക്കി അപ്പൊ കിട്ടിയ ഓളയാണ് അകട്ട് പോയി. ഇതല്ലേ ഖും. അതാണ് ബാഹ്യരൂപം ശുദ്ധമാക്കണം. എല്ലാ തിന്മയെയും വിഭാടനം ചെയ്യണം. മാനസികമായ ദേഷ്യം, കിബിർ, പക, പ്രതികാര ദാഹം, അസൂയ, ഇതൊക്കെ പറിച്ചെറിയണം. എന്നിട്ട് പൂർണ്ണ മനുഷ്യനാവണം. അതിനെന്ത് വേണം? അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം. അതുകൊണ്ടാണ് പ്രവാചകരെ ഒരിക്കലും താങ്കളുടെ പേഴ്സണാലിറ്റി, താങ്കളുടെ വ്യക്തിത്വത്തെ നിഷേധിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഒരു കുറ്റവും താങ്കളിൽ അവർക്ക് കാണാൻ കഴിയില്ല. അവർ നിഷേധിക്കുന്നത് താങ്കളെയല്ല, എന്റെ ആയത്തുകളെയാണ്. സത്യനിഷേധികളുടെ നിഷേധം സത്യത്തിൽ താങ്കളുടെ പേഴ്സണാലിറ്റി അല്ല, എന്റെ ആയത്തിനെയാണ്. എന്തുകൊണ്ട്? താങ്കളുടെ പേഴ്സണാലിറ്റിയിൽ അവർക്കൊരു സംശയമില്ല. ഹിർക്കൽ ചക്രവർത്തിയും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആവുന്നതിന് മുമ്പ് ഹിർക്കൽ ചക്രവർത്തിന്റെ സദസ്സിൽ പ്രവാചകനുമായിട്ട് അവർ നടത്തിയ ഒരു സംഭാഷണം ഉണ്ട്. വായിച്ചു നോക്കേണ്ടി. ഹിർക്കൽ ചക്രവർത്തി ചോദിക്കുന്നു, ഈ പ്രവാചകൻ എന്ന് വാദിക്കുന്ന ഈ വ്യക്തി ജീവിതത്തിൽ എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് പറയാൻ സാധിച്ചില്ല. ഉണ്ട്, ഇല്ല എന്നാ പറഞ്ഞത്.
കരാറ് ലംഘിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഹിർക്കൽ ചക്രവർത്തി എങ്ങാനും മുസ്ലിം ആയാലോ എന്നൊരു പേടി അന്ന് അബൂ സുഫിയാൻ. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു? ഇതുവരെ ലംഘിച്ചിട്ടില്ല, ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു കരാറിലാണ്, ഹുദൈബിയ സന്ധി. അതിലും ഈ പ്രവാചകൻ എന്താ ചെയ്യാന്ന് അറിയില്ല, എന്തെങ്കിലും ഒരു കൊളത്ത് വെക്കണല്ലോ. ഇതാണ് പ്രവാചകന്റെ പേഴ്സണാലിറ്റി. ഇത് ഉണ്ടാക്കണമെങ്കിൽ അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം സഹോദരന്മാരെ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഗതി ചെയ്യാൻ പാടില്ല എന്ന് ഈ സമൂഹത്തോട് പറഞ്ഞാൽ ആ ചെയ്യാൻ പാടില്ലാത്തതിൽ നിന്ന് ഏറ്റവും അധികം വിട്ടു നിൽക്കുന്ന വ്യക്തി ഈ പ്രവാചകനായിരിക്കും. നോക്കിങ്ങൾ, ജനങ്ങളോട് എന്താണോ ഏതിൽ നിന്നാണോ വിട്ടു നിൽക്കാൻ പറഞ്ഞത് ആ കാര്യത്തിൽ നിന്ന് ഏറ്റവും അകലം പാലിക്കുന്ന വ്യക്തി ഈ പ്രവാചകനായിരിക്കും. ഇനി ഈ ഉമ്മത്തിനോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാലോ ആ കാര്യം കൃത്യമായി ഏറ്റവും കൃത്യമായി ചെയ്യുന്ന വ്യക്തിയും ഈ പ്രവാചകനായിരിക്കും. അതാണ് ആന്തരിക ശുദ്ധി. പള്ളിയിലേക്ക് വന്നു, മണലാണല്ലോ, ഒരു കാരക്ക അങ്ങനെ കിടക്കണ്, ചവിട്ടി പോയാൽ പിന്നെ തിന്നാൻ പറ്റൂല, ഭക്ഷണ വസ്തു അല്ലേ, മെല്ലെ എടുത്ത് കഴിയുമ്പോഴുള്ള പൊടിയൊക്കെ തട്ടി തിന്നു. രാത്രി കിടക്കുമ്പോഴാണ് ഓർമ്മ വന്നത്, പടച്ച റബ്ബേ അക്കാരക്ക സക്കാത്ത് പറ്റ കാരക്കേറ്റാണോ ആണോ സംശയമുള്ളൂ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇതാണ് ആന്തരിക ശുദ്ധി. ഇതാ സഹോദര ആന്തരിക ശുദ്ധി. ഭക്ഷണം ചവിട്ടിപ്പോയി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എടുത്ത് കഴിക്കാം. ഒരു കാരക്ക ഉള്ളൂ, അതാരെ ചവിട്ടിന് മുമ്പ് അത് നഷ്ടപ്പെട്ടു പോണ്ട എന്ന് കരുതി വായിലേക്ക് ഇട്ടു ഇറക്കിപ്പോയി രണ്ടാമത് കിട്ടൂലല്ലോ. രാത്രി കിടന്നപ്പോ തിരിഞ്ഞും പറഞ്ഞു കിടക്കുക. സഹോദരന്മാരെ, ഇതിലും വലിയ കൊടിയ തെറ്റ് ചെയ്തിട്ട് രാത്രി ഒരു മനസ്സാക്ഷി കുത്തില്ലാതെ കിടക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്ത് ആന്തരിക ശുദ്ധിയാണുള്ളത്? നമ്മൾ തെറ്റ് ചെയ്താൽ എന്താ ചെയ്യാ? ആദ്യം നിഷേധിക്കും, അയ്യേ നമ്മൾ ആ ബൈക്ക പോയില്ല, അപ്പോഴാണ് ഫോട്ടോ ഇന്ന് ഇതിലുള്ളോണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് മൂപ്പര് എടുക്കുന്ന ഫോട്ടോ CCTV ക്യാമറയിൽ കുടുങ്ങിയത്, അത് മൂപ്പര് ആലോചിച്ചില്ലേ. അപ്പൊ എന്താ പറയാ? ന്യായീകരിക്കും, അതൊക്കെ പാരാ ചെയ്യാത്തത്. മനസ്സാക്ഷി കുത്തുണ്ടോ? ഇല്ല. ഭാര്യയോട് മോശമായി പെരുമാറുന്നില്ലേ? എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണില്ലേ? ഇല്ലേ. ഭാര്യ ഭർത്താവിനോട് മോശമായി പെരുമാറുന്നില്ലേ? രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങണില്ലേ? എന്തെങ്കിലും മനസ്സാക്ഷി കുത്തുണ്ടോ? എന്തല്ലാത്തതെന്നറിയോ? ആന്തരിക ശുദ്ധിയില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നു. രാത്രി ഫയൽ ഇങ്ങനെ നോക്കുക, പടച്ച റബ്ബേ നിന്റെ സംസാരം കൊണ്ട് വല്ല ആരോട് ഇന്ന ആളോട് ഞാൻ കുറച്ച് കടുപ്പത്തിൽ സംസാരിച്ചു പോയി രാത്രി. അത് ക്ലിയർ ചെയ്തിട്ടാ കിടക്കുക. കാരണം കിടക്കുമ്പോ അവന്റെ പ്രാർത്ഥന അത്ര മാരകമാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ബിസ്മിക അമൂതു. നമ്മൾ പിന്നെ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് അറബി അറിയാത്തോണ്ട് ഏത് പ്രാർത്ഥനയും പറയാം, ഒരു പ്രശ്നവുമില്ല. ഇതൊന്ന് മലയാളത്തിൽ പറയുന്നത് രാത്രി ഭാര്യനെ കേക്കെ, അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ഇതാ മരിക്കുന്നത്. മരിക്കല്ലേ 3 പെൺകുട്ടികളുണ്ട്, മരിക്കേ പറയാൻ കഴിയോ? ഇല്ല. എന്നാ ഓളും പറഞ്ഞു ഞാനും പറഞ്ഞു, ഇന്നലെ വരെ വല്ല പ്രശ്നം ഉണ്ടായോ? ഉണ്ടായില്ല. എന്താ കാരണം? എന്താ പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല, ഓക്കും അറിയാം. ഉമർ അള്ളാഹുവിനേക്ക് പ്രാർത്ഥന എന്താന്ന് അറിയാം? അല്ലാഹുമ്മ ബിസ്മിക അമൂതു. അമൂത്തോ എങ്കിൽ എന്റെ ഫയല്, എന്റെ പൗരത്വം എവിടെ രേഖപ്പെടുത്തുക എന്നത് അടയാളപ്പെടുത്തണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു. SIR പൂരിപ്പിക്കണം എന്നതിന്റെ അർത്ഥം. അള്ളാഹുവിലേക്കുള്ള SIR, സ്വർഗത്തിലെ പൗരത്വം, നരകമോചന പൗരത്വം ഉറപ്പിച്ചിട്ടേ കിടക്കാവൂ പെർ ഡേ, എല്ലാ രാത്രിയും. അതിനെന്ത് വേണം? അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം, ജനങ്ങളുടെ മുമ്പിലല്ല. ഈ ആത്മബലം നിനക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം എല്ലാ വിഷയത്തിലും. ഏത് വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും പടച്ചോന് ഇഷ്ടമുണ്ടോ അല്ലേ, അള്ളത് കാണുന്നുണ്ടല്ലോ, അവന്റെ അടുക്കൽ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് നിന്നെ രൂപപ്പെടുത്താൻ, ഈ തക്ബീർ നിന്റെ ജീവിതത്തിന്റെ ഊടും പാവുമാക്കാൻ സാധിക്കണം. വലിറബ്ബിക ഫസ്ബിർ. എന്താണ് ആയത്തൊക്കെ? പടച്ച റബ്ബേ നീ നിന്റെ റബ്ബിന് വേണ്ടി ക്ഷമിക്കണം. ഏറ്റവും ക്ഷമ വേണ്ടത് അള്ളാന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നതിലാണ്. സഹോദരന്മാരെ, ഇത് ആത്മീയമായ ശക്തിയാണ്. വലിറബ്ബിക ഫസ്ബിർ. അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കണം. ഒരുപക്ഷെ ശാരീരിക ശക്തിയേക്കാൾ വലുത് മനസ്സിന്റെ ശക്തിയാണ്. യുക്തി, ഈ മൽപിടുത്തത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നവനല്ല ശക്തൻ. പിന്നെ ആരാ ശക്തൻ? ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്.
ദേഷ്യം കെട്ട് വരുമ്പോഴേ അവനവനെ പിടിച്ചാട്ട് അമർത്താൻ കഴിയണം. അതാണ് ആത്മബലം. അതിനെന്താ വേണ്ടത്? വലിയ റബ്ബിക ഫസ്ബിർ. ശത്രുവിനെ അടിച്ചു വീഴ്ത്താൻ ആരോഗ്യം ഉണ്ടായാൽ മതി. എന്നെ തന്നെ നിയന്ത്രിക്കാൻ എന്റെ ആരോഗ്യം കൊണ്ട് സാധിക്കൂല. എന്റെ മാനസികമായ ആത്മബലം, അതാണ് അൻസബറു നിസ്ഫുൽ ഈമാൻ, ഈമാനിന്റെ പകുതി എന്ന് നമ്മുടെ ദാതാവ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും തന്റെ പിന്നിൽ നമസ്കരിക്കാൻ വരുന്ന, സുബഹി നമസ്കരിക്കാൻ വന്ന വിശ്വാസികളോട് അള്ളാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുന്ന സൂറത്തു ദഹർ. ആ ദഹറിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ആ നല്ല പ്രഭാതത്തിൽ ഒഴിഞ്ഞ വയറ്, കാലി ഹൃദയം കേൾക്കുന്നു. ഫസ്ബിർ ലിഹുക്മി റബ്ബിക ഫലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറാ. ഫസ്ബിർ, നീ ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണം. വലിയ റബ്ബിക ഫസ്ബിർ, അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കണം. സാധിക്കൂല സഹോദരന്മാരെ. അള്ളാഹിന്റെ അടുക്കലുള്ള വലിയ ഓഹരി കിട്ടാത്തവർക്ക് ക്ഷമിക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞത് ഖുർആനാ. ലാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വലാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അലീം. അല്ലാഹുവിൽ നിന്ന് ഈമാനിന്റെയും തൗഫീഖിന്റെയും വലിയ ഓഹരി കിട്ടാത്തവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അള്ളാന്റെ മുമ്പിൽ ജീവിക്കാൻ കഴിയില്ല. പടച്ചോന്റെ മുമ്പിൽ ജീവിക്കേ. പള്ളിയിലേക്ക് ഒരാൾ വന്നു, എവിടുന്നോ നടന്നു വരികയാണ്, മക്കയിൽ വരിക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയ്ക്ക് പോകുമ്പോ ചെറിയ കുട്ടിയാ. വളർന്ന് വലുതായപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രവാചകനോട് ആട്ടിപ്പായിച്ച് അദ്ദേഹം അവിടെ വലിയ രാജാവായി, എത്രയോ ലക്ഷക്കണക്കിന് അനുയായികളുടെ നേതാവായി എന്നൊക്കെ ഒന്ന് കാണുക. നമ്മളെ നാട്ടുകാരനല്ലേ. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഭാവന, പ്രവാചകൻ ഒരു വലിയ കിരീടത്തിൽ, ഒരു സിംഹാസനത്തിൽ ഇരിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവുക രാജാക്കന്മാര്. അവസാനം പള്ളിയിൽ വന്ന് നോക്കുമ്പോ ആരാ പ്രവാചകൻ അല്ലാത്തൊന്നും മനസ്സിലാകില്ല. അപ്പൊ ആരോടോ ചോദിച്ചു, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളെ കൂട്ടത്തിൽ ആയിരിക്കുന്ന ആളാ. വെറുക്കൽ തുടങ്ങി. കാരണം ഇദ്ദേഹത്തെ പറ്റി, അള്ളാഹ് റസൂലിനെ പറ്റി ആൾ കേട്ടോക്കെ ആളെ മനസ്സിന് ഭയങ്കര ബഹുമാനം ഉണ്ടാക്കുന്ന സംഗതികളാ. അപ്പൊ പടച്ചോനെ അപ്പൊ അറിഞ്ഞ മനുഷ്യനാണോ ഇരിക്കുന്നത് എന്നുള്ളത് ഇയാൾ വെറുക്കാൻ തുടങ്ങി. അള്ളാഹ് റസൂൽ ജീവിക്കുന്നത് ജനങ്ങളുടെ മുമ്പിലല്ല, അള്ളാഹിന്റെ മുമ്പിലാ. അള്ളാഹിന്റെ മുമ്പിലാന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക് അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അബ്ദുക്, ഞാൻ എത്ര വളർന്നാലും നിന്റെ അടിമയാണ്. ആ അടിമ നിൽക്കുന്നത് നിന്റെ വീട്ടിലാണ്. ആ വീട്ടിൽ എന്നെ കാണാനും പരിചയപ്പെടാനും വന്ന മനുഷ്യൻ നിങ്ങൾ പേടിച്ച് വർക്കണുണ്ടപ്പോ എന്താണ് ഇങ്ങനെ വർക്കണത്? സമാധാനായി. മക്കയിൽ പണ്ട് എല്ലാ വീട്ടിലും ഒട്ടകത്തിന്റെ പാല് കറന്ന് ആ വീട്ടുകാര് കൊടുക്കുന്ന ചെറിയ ചെറിയ സംഭാവന കൊണ്ട് ജീവിച്ച ഒരു ആമിന എന്ന് പറഞ്ഞ പെണ്ണിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആമിന്റെ മോനല്ല ഞാൻ. ഇതിനെ ബേജാറാണ്. നോക്കിക്കോ, ആരായിരിക്കണത്? സ്വർഗത്തിലേക്ക് ആദ്യമായി വലതുകാൽ വെച്ച് കയറുന്ന വ്യക്തി, സ്വർഗത്തിലേക്ക് കബർ പിളർന്ന് ആദ്യമായി പുറത്തു വരുന്ന വ്യക്തി, ഹൗദുൽ കൗസർ എന്ന അമൂല്യമായ പുഴയുടെ അരുവിയുടെ ഉടമസ്ഥൻ, ഷഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ളവൻ, പറഞ്ഞാൽ തീരുവോ? ഈ മനുഷ്യന്റെ മുമ്പിൽ സാധാരണക്കാരൻ വന്നപ്പോ അയാളെക്കാളും താഴ്ന്ന ആരിക്കണത് ഈ നേതാവ് നിൽക്കണത്. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെ ഒട്ടകത്തെ കറന്നിട്ട് നിങ്ങളൊക്കെ കൊടുക്കണ പൈസ കൊണ്ട് ജീവിച്ച ഒരു ആമിന്റെ പരിചയമില്ലേ? ആ ആമിന്റെ മോനാ ഞാൻ ബേജാറാണ്ട. അയാൾ പേടി മുഴുവൻ പോയി. അയാൾ പേടി മുഴുവൻ പോയില്ലേ? അതാണ് അള്ളാന്റെ മുമ്പിൽ ജീവിക്കുക എന്നുള്ളത്. വ്യക്തിത്വത്തിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ. ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന ആയത്തറിയപ്പോഴാ മരിച്ച വീട്ടിൽ ചെന്ന് ശത്രുക്കൾ കളിയാക്കിയില്ലേ സഹോദരന്മാരെ? ഇബ്രാഹിം തന്നെ കുട്ടി മരിച്ചു കിടക്കുമ്പോ തീർന്നടാ എന്റെ കഥ, ആൺകുട്ടികളൊക്കെ പോയില്ലേ, ഞാൻ ആദർശം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവൂല, നീ ബാലച്ചവനാണെന്ന് ശത്രുക്കൾ ആഘോഷിച്ചില്ലേ സഹോദരന്മാരെ? ഏതെങ്കിലും മനുഷ്യന്മാർ ചെയ്യോ? എത്ര എതിർപ്പുള്ളതാണ്, മരിച്ച വീട്ടിൽ വന്നിട്ടാണ് ആഘോഷിച്ചില്ലേ? പുഞ്ചിരിച്ച നേതാവിന്റെ അനുയായികളാ ഞാൻ നിങ്ങൾ. അള്ളാഹ് മറുപടി പറഞ്ഞത് ഇന്ന ശാനിയക ഹുവൽ അബ്തർ. പ്രവാചകരെ, നിങ്ങളെ വാലല്ല ഓല വാലാ മുറിയാൻ പോണത്. അവരുടെ പരമ്പര മുറിഞ്ഞു പോകും. അബൂജഹലിന് ശേഷം അബൂജഹൽ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായില്ല. അബൂലഹബിന് ശേഷം അബൂലഹബ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായില്ല. എന്നാൽ നിങ്ങൾ ഗൂഗിൾ പരിശോധിച്ചോളൂ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച ഒരു പേരെടുക്കുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പേരാ. ആരാ വാല മുറിഞ്ഞു പോയത്? ആലോചിച്ച് നോക്കി. അതാണ് ജീവിതത്തിന്റെ വിശുദ്ധി.
അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം. മനുഷ്യന്റെ മനസ്സിന്റെ മോശമായ ആഗ്രഹങ്ങളെ തച്ച് തകർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അയ്യു സദഖത്തി അഅളമു അയ്യു സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന സദഖയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ യുവാവായിരിക്കെ, നിനക്ക് സാമ്പത്തികമായി ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കെ, മനസ്സിൽ പിശുക്കുണ്ടായിരിക്കെ, നീ സമ്പത്തിനെ സ്നേഹിക്കുന്നവനായിരിക്കെ, അതിനെയെല്ലാം അവഗണിച്ച് നീ കൊടുക്കുന്ന സദഖ അതാണ് ആന്തരിക ശുദ്ധി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ തഹജ്ജുദ് നമസ്കാരം, ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമായത്? ഉറക്കമെന്ന അനിർവചനീയമായ അനുഭൂതിയെ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം ആഗ്രഹിച്ച് മാറ്റി നിർത്തുവാൻ ഈ മനുഷ്യൻ ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും. നമ്മൾ അനുഭവിക്കണല്ലേ അല്ലേ? അലാറം വെച്ചതാരാ? ഞാൻ തന്നെ. ആരാ ഓഫാക്കിയത്? ഞാൻ തന്നെ. ആരെ? പെണ്ണുങ്ങളൊന്നും ഓഫാക്കിയല്ലോ, മക്കളൊന്നും ഓഫാക്കിയല്ലോ. വെച്ചതാരാ? ഞാൻ. ഓഫാക്കിയതാരാ? ഞാൻ. എന്തേ? ആത്മബലല്ല. ഒരു 20 മിനിറ്റ് ഉറക്കം മാറ്റി വെച്ച് അള്ളാഹ് ഇറങ്ങി വരുമ്പം പടച്ച റബ്ബേ എന്ന് വിളിക്കാനുള്ള ശക്തി ഇല്ലാത്ത നമ്മൾ 85 കിലോ തൂക്കം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ സഹോദരന്മാർ? എന്താ ഒരു മനുഷ്യന്റെ ബലം? അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം. അതാണ് ഇഹ്സാൻ. അവർക്ക് തഖ്വയുള്ളവരായി ജീവിക്കാൻ സാധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള, മുഹ്സിൻ, ഇഹ്സാനുള്ള, അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യുന്ന, അള്ളാഹ്ക്ക് വേണ്ടി തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്ന, മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. എല്ലാ ഇബാദത്തിന്റെയും ചൈതന്യം എന്ന് പറയുന്നത് ആ ഇബാദത്ത് മനുഷ്യനെ ഇഹ്സാൻ എന്ന പദവിയിലേക്ക് ഉയർത്തുക എന്നതാണ്. ഇത്ര നോമ്പുകാരുണ്ട്, നോമ്പ് പറ്റണു. ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ്. ഓൽക്കോല വിശപ്പുകൊണ്ട്, നോമ്പുകൊണ്ട് വിശപ്പും ദാഹവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ബാഹ്യമായ രൂപം അവർ വളരെ ശ്രദ്ധിച്ചില്ല. ഒരു തുള്ളി വെള്ളം കീഴ്പ്പെട്ട് ഇറക്കിയില്ല. പക്ഷെ പടച്ചോൻ നോമ്പ് കൊണ്ട് അത് കൊണ്ടുപോയില്ല. എന്താ കാര്യം? ആ നോമ്പ് കൊണ്ട് അവന്റെ ഈമാൻ ഒരു വർധനവും ഉണ്ടായില്ല. ആന്തരികമായിട്ട് അവനെ ശുദ്ധീകരിക്കാൻ, ഇഹ്സാൻ എന്ന ഗുണത്തിലേക്ക് അവനെ ചേർക്കാൻ നോമ്പിന് സാധിച്ചില്ലെങ്കിൽ അതിന്റെ ബാഹ്യമായ രൂപം കൊണ്ട് ഒരു കാര്യമില്ല. മുസല്ലീന്ന് ഖുർആൻ തന്നെയല്ല പറഞ്ഞത്. നിസ്കരിച്ചാ അല്ല, റുക്കൂഉം സുജൂദും ചെയ്താ അല്ല, സ്വലാത്ത് ഉണ്ടായില്ല. എന്താ സ്വലാത്ത്? സ്വലാത്ത് എന്ന പദമാണ് നിസ്കാരത്തിന് അറബി പറയാം. സ്വിലത്ത് എന്ന പദത്തിന് ഉണ്ടായത്. സ്വിലത്ത് എന്ന ചേർക്കുക, ചേരുക എന്നാണ്. സ്വലാത്ത് എന്ന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുലേക്ക് ചേർന്ന് നിൽക്കുക. തടി ചേരും, മനസ്സ് ചേരൂല. ഓലെ പറ്റി അള്ളാഹ് പറഞ്ഞു ഫവൈലുൽ ലിൽ മുസല്ലീൻ. അപ്പൊ ഇബാദത്തുകൾ മുഴുവൻ മനുഷ്യനെ അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിക്കുവാനുള്ള പരിശീലനമാണ് നൽകേണ്ടത്. ആ പരിശീലനത്തിൽ വിജയിച്ച ആളുകൾക്കാണ് മുഹ്സിൻ എന്ന് പറയാം. അവരുടെ കൂടെയാണ് അള്ളാഹു. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.